എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ലിസി ഹോസ്പിറ്റൽ ശ്രീ സത്യസായി ട്രസ്റ്റിന്റെ കീഴിലുള്ള പുട്ടപർത്തിയിലെ ആശുപത്രിയിലേക്ക് സമാനമാകുമോ എന്നുള്ളതാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ രാജിക്കത്തിലെ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഭാരതത്തിലെ കത്തോലിക്ക രൂപതകളുടെ കീഴിൽ വരുന്ന അഥവാ കത്തോലിക്ക സഭാ മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വലിയ ആശുപത്രി തന്നെയാണ് ലിസി ഹോസ്പിറ്റൽ. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിന്റെ സമീപം പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ആശുപത്രി കൂടി വിലയ്ക്ക് വാങ്ങിയതോടുകൂടി ഭാരതത്തിലെ ഏറ്റവും വലിയ ആശുപത്രി കെട്ടിട സമുച്ചയവും ഇപ്പോൾ ലിസിക്ക് സ്വന്തമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി ഒറ്റക്കെട്ടിന്റെ സ്വകാര്യ അഹങ്കാരവുമാണ് ലിസി ഹോസ്പിറ്റൽ. ഒരു വ്യാവസായിക നഗരമായ കൊച്ചിയുടെ ഭാഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വലിയ വ്യാവസായിക നഗരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിലപിടിച്ചതെല്ലാം എറണാകുളത്തിന് സ്വന്തമാണ്. അത് സീറോ മലബാർ സഭയുടെ സ്വകാര്യ അഹങ്കാരവും തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ള പ്രദേശത്തും ഏറെ സൗകര്യമുള്ള പ്രദേശത്തുമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം നിൽക്കുന്നത് എന്നതുകൊണ്ട് അതിന്റെ വളർച്ചയും അതിന്റെ ഗരിമയും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഹൃദ്രോഗ ചികിത്സാ സൗജന്യമായി ലഭിക്കുന്ന ഇടമാണ് ശ്രീ സത്യസായി ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുട്ടപർത്തിയിലെ ഹോസ്പിറ്റൽ. കേരളത്തിൽ നിരവധി ഹൃദ്രോഗ രോഗികൾക്ക് ആശ്രയം പകരുന്ന സ്ഥാപനമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ലിസി ഹോസ്പിറ്റൽ. കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ മുതൽ ഇതിനോടകം നിരവധി ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയ ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് ഹൃദ്രോഗ രംഗത്ത് സമാനതകളില്ലാത്ത സേവനം പങ്കുവയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലിസി ഹോസ്പിറ്റൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും അഭിമാനം തന്നെയാണ് ലിസി ഹോസ്പിറ്റൽ. സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് ലിസി ഹോസ്പിറ്റൽ എന്നുള്ളത് കൊണ്ട് ഒരു പൂ ഇറക്കുന്ന ലാഘവത്തോടെയാണ് ലിസി ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള മറ്റൊരു ഹോസ്പിറ്റൽ വാങ്ങിച്ചെടുത്തത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുതിയതായി വാങ്ങിയ ആശുപത്രി കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണികൾക്ക് വേണ്ടി മാത്രം തന്നെ ഏതാണ്ട് 100 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആന്ധ്രയിലുള്ള ഏതോ വലിയ ആശുപത്രിയിൽ നിന്നോ അതോ ആന്ധ്രക്കാരനായ ഏതോ ഇടനിലക്കാരൻ മുഖേനയോ മറ്റൊരു ആശുപത്രിയിൽ ഉപയോഗിച്ച് പഴകിയ ഉപകരണങ്ങൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് ഉപകരണങ്ങൾ പുതുക്കിയതാക്കി പൂശി വാങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ലിസി ഹോസ്പിറ്റൽ എറണാകുളം അൽമായ മുന്നേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക തൊഴിലാളികളുടെ മാഫിയ നിയന്ത്രിക്കുന്ന ഒരു വെള്ളാനയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഫാദർ വട്ടോളി സഭയെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന രാജിക്കത്തിൽ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ എന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഫാദർ വട്ടോളിയുടെ ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തന്റെ കയ്യിൽ 350 രൂപ മാത്രമേ പേഴ്സിലുള്ളൂ എന്നും തന്റെ സഹവൈദികരിൽ പലരിൽ നിന്നും കടം വാങ്ങിയ 42,000 രൂപ കടബാധ്യതയുണ്ട് എന്നും പറഞ്ഞു വെക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വൈദികരെങ്കിലും സാമ്പത്തിക സമാഹരണ മാഫിയയുടെ ഭാഗമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുക തന്നെയായിരിക്കും ഫാദർ വട്ടോളി.